നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ അനന്തകൃഷ്ണന് 5 ഉരുക്കളെ നൽകി. മലമ്പുഴ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെ കാഞ്ഞിരക്കടവ് റെയിൽ പാളത്തിൽ വിവിധ ട്രെയിനുകൾ തട്ടി ചത്ത 9 പശുക്കളുടെ ഉടമ അനന്തകൃഷ്ണനെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ കങ്കയം ഇനത്തിൽപ്പെട്ട 3 പശുക്കുട്ടികളെയും 2 മൂരിക്കുട്ടികളെയും നൽകി. പല്ലാവൂർ 5 സ്റ്റാർ മെറ്റൽസ് ഉടമ എ ജി മാധവൻ, എലപ്പള്ളി അത്താച്ചി ഗ്രൂപ്പ് ഉടമ സുന്ദർജി എന്നിവരാണ് തങ്ങളുടെ ഫാമുകളിൽ നിന്നും ഉരുക്കളെ നൽകിയത്. ബുധനാഴ്ച വൈകിട്ട് 4-ന് അനന്തകൃഷ്ണന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി അനന്തകൃഷ്ണന് ഉരുക്കളെ നൽകി. UDF നേതാക്കളായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ഷിജു, ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് MC സജീവൻ, കേരള കോൺഗ്രസ് നേതാവ് കെ ശിവരാജേഷ്, PV രാജേഷ്, MG സുരേഷ് കുമാർ, KK വേലായുധൻ, ഹരിദാസ് മച്ചിങ്കൽ, EV കോമളം തുടങ്ങിയവർ പങ്കെടുത്തു. ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് ദുഃഖമനുഭവിക്കുന്ന അനന്തകൃഷ്ണനും കുടുംബത്തിനും കൈത്താങ്ങാവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP അഭിപ്രായപ്പെട്ടു. ഇടിപൊട്ടി പശുക്കൾ ഓടി, വെച്ച് ഇടിപൊട്ടി പശുക്കൾ ഓടി, ഇന്നലെ ഏറ്റ് ഓടി 10:45 വരെയും പശുവിനെ പുഴയിൽ പോയി തെരഞ്ഞു. പുഴയിൽ കണ്ടിട്ടില്ല. അവിടെ തെരഞ്ഞു, പക്ഷെ പശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആളും അവിടെ ഉണ്ടായിരുന്നു. കാട്ടിപ്പെട്ട കാരണം കാണാതെ പോയതാണ്. അങ്ങനെയാണ് ഇത് ട്രെയിൻ തട്ടാൻ കാരണം. പക്ഷെ ട്രെയിൻ ഭാഗത്തേക്ക് പോകില്ലായിരുന്നു. ഇതുവരെയും പോയിട്ടില്ല. ആ ഭാഗത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ അങ്ങോട്ട് പോകാറില്ല എന്ന് പറയുന്നു. പോകാറില്ല, ആ ഭാഗത്തേക്കേ പോകാറില്ലാത്താണ്. അപ്പോൾ അതുകൾക്ക് അറിയില്ല അതിനെപ്പറ്റി. അങ്ങനെ വഴി കണ്ടപ്പോൾ അതുകൾ ആ വഴി കൂടെ കയറി വന്നിട്ട് ഇതായതാണ്. രാത്രിയായപ്പോൾ വഴി നിദാനം തെറ്റി പെട്ടാണ്. പക്ഷെ ഇടിവാള് മിന്നിയ കാരണമാണ് അവർ ഓടിയത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാറില്ലാത്തതാണ് ഇതുവരെയും. ഇടിവാളും ഇതും മിന്നിയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഇതുവരെ നമുക്ക് പാതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയ്യൊരു ഇത് വെക്കുക. പക്ഷെ ഇതുവരെ പോയിട്ടില്ല. 10:45 11 മണി വരെ പുഴയിൽ തിരഞ്ഞിട്ടുണ്ട്. പശുവും പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു, ആളും പുഴയിലാണ്. പക്ഷെ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. അവരൊക്കെ ഒരു മനസ്സറിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നന്മ വരട്ടെ. ഇതുകൊണ്ടൊന്നും ആയിട്ടല്ല, പക്ഷെ അവർ കഷ്ടപ്പെട്ട് ഇനിയും ഇതുപോലെ നല്ല അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഇനി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ, ഇവർ രണ്ടുപേരും ഈ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം എന്താ ചോദിച്ചാൽ, തൊട്ട് പിന്നിൽ നിൽക്കുന്ന 2 മക്കളാണ്. 2 പേരും ഡിഗ്രി കഴിഞ്ഞവരാണ്, നല്ല വിദ്യാഭ്യാസം കിട്ടിയവരാണ്. അപ്പോൾ ആ കുട്ടികളെ വളർത്താൻ വേണ്ടി, വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് അനന്തേട്ടൻ്റെ കുടുംബം. അതുകൊണ്ട് അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ സുന്ദർജിക്കും അതുപോലെ നമ്മുടെ മാധവനും അവർക്കും എല്ലാവിധ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അവർക്ക് എന്തുണ്ടായാലും മറ്റൊരാൾക്ക് കൊടുക്കാൻ തോന്നുന്നുള്ളത് നല്ല മനസ്സാണ്, അല്ലേ? അപ്പോൾ ഇതൊന്നും വേറൊന്നുമല്ല, നമ്മളുടെ ഈ സ്നേഹം പങ്കുവെക്കാൻ നിങ്ങളിവിടെ നേരത്തെ എത്തി. ഈ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ പ്രസംഗം ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിനും പ്രത്യേകം നന്ദി ഞാൻ തന്നെ പറയും.